പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ലോകം അതിവേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. ടെക്നോളജി വളരുന്നു, സൗകര്യങ്ങൾ വർദ്ധിക്കുന്നു, അറിവ് കൈവശത്തിലാണ്. എന്നാൽ അതിനൊപ്പം തന്നെ അശാന്തിയും ആശയക്കുഴപ്പവും മാനസിക ക്ഷീണം കൂടി പൊതുവെ വളരുകയാണ്. ഇവിടെ നാം ഒരു പ്രധാന ചോദ്യം ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഈ വളർച്ച നമ്മളെ മനുഷ്യരായി കൂടുതൽ പൂർണ്ണരാക്കുന്നുണ്ടോ? മനുഷ്യത്വം ഉള്ളവരാക്കുന്നുണ്ടോ? സമൂഹം ആത്മീയമായി വളരുന്നുണ്ടോ? അല്ലെങ്കിൽ വെറും ഉപഭോഗ സംസ്കാരത്തിലേക്ക് നമ്മളൊക്കെ വഴുതി മാറുന്നുണ്ടോ? ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദർശനം ചാനലിൻ്റെ സമ്പൂർണ്ണമായ വാർഷിക ഫലങ്ങളൊക്കെ തന്നെ നമ്മൾ ചാനലിലൂടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ജ്യോതിഷ സംബന്ധമായും അതുപോലെ തന്നെ മാസത്തിലുമൊക്കെയുള്ള വീഡിയോകൾ തുടരെ വരും. നിങ്ങൾക്കെല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജ്യോതിഷം മാത്രമല്ല, സംഖ്യാജ്യോതിഷം, മുഖലക്ഷണശാസ്ത്രം, കൈരേഖാശാസ്ത്രം, ഇതുപോലെ എല്ലാം ചേർത്തുള്ള പരിശോധനകളും നമ്മൾ നടത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും ചാനലിലേക്കും അതിൻ്റെ സംവിധാനങ്ങളിലേക്കും സ്വാഗതം ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയേണ്ടതുണ്ടെങ്കിൽ ചാനലിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ ചാനലിലെ വീഡിയോയിൽ നിങ്ങളെല്ലാവരും തന്നെ നാളും പേരും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിത്യപ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് എന്നുള്ള വിവരം കൂടി അറിയിക്കുകയാണ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്കും കമൻറ്റ് നൽകിയും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെയാണ് ആത്മീയ വളർച്ചയുടെ സാമൂഹ്യ പ്രസക്തി തുടങ്ങുന്നത്. ആത്മീയത എന്താണ്? തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്, നമുക്കതൊന്ന് മാറ്റിക്കളയാം. പ്രിയപ്പെട്ടവരെ, പുതിയ തലമുറയിൽ ആത്മീയതയെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ നിലനിൽക്കുകയാണ്. ആത്മീയത എന്നാൽ ലോകവിമുക്തത, അതുപോലെ തന്നെ ആത്മീയത എന്നാൽ അന്ധവിശ്വാസം, ആത്മീയത എന്നാൽ പുരോഹിതന്മാർക്കോ സന്യാസിമാർക്കോ മാത്രമുള്ളത്. ഇതൊക്കെയാണ് പലരും പറയുന്നതും ധരിച്ചു വച്ചിരിക്കുന്നത്. ഇവയെല്ലാം അപൂർണമായ ധാരണകളാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആത്മീയത എന്നത് സ്വന്തം മനസ്സിനെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ്. സ്വഭാവത്തെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ്. ഞാൻ എന്ന അഹങ്കാരത്തിൽ നിന്ന് നാം എന്ന ബോധത്തിലേക്കുള്ളൊരു യാത്രയാണിത്. ജ്യോതിഷത്തിൽ ഇതിനെ അന്തർഗ്രഹങ്ങളുടെയും ചൈതന്യത്തിൻ്റെയും പരിണാമം എന്നാണ് പറയുന്നത്. ജ്യോതിഷ കാഴ്ചപ്പാടിൽ നോക്കിയാൽ ആത്മീയ വളർച്ച എന്ന് ഇതിനെ പറയാം. ജ്യോതിഷം വെറും ഭാവി പറച്ചിലല്ല, അത് മനുഷ്യൻ്റെ സ്വഭാവവും കർമ്മയാത്രയും വായിക്കുന്ന ഒരു ശാസ്ത്രമാണ്. ചന്ദ്രൻ അത് മനസ്സിൻ്റെ പ്രതീകമാണ്. ചന്ദ്രൻ എന്നത് മനസ്സിനെ പ്രതിനിധീകരിക്കുന്നു. മനസ്സിൻ്റെ സ്ഥിരതയില്ലെങ്കിൽ വിദ്യാഭ്യാസവും സമ്പത്തും ബന്ധങ്ങളും എല്ലാം തന്നെ അസ്ഥിരമായി പോകും. ആത്മീയ വളർച്ച എന്നത് ചന്ദ്രൻ്റെ ശുദ്ധീകരണത്തിൻ്റെ ഭാഗമാണ്. ശനി എന്നാൽ ഉത്തരവാദിത്തമാണ്. ശനി നമ്മെ പഠിപ്പിക്കുന്നത് ക്ഷമ, സഹനം, കർമ്മബോധം എന്നിവയാണ്. സമൂഹത്തിൽ ഉത്തരവാദിത്തമുള്ള പൗരന്മാരുണ്ടാകുന്നത് ശനിയെക്കുറിച്ചുള്ള ബോധം തീർച്ചയായും അവർക്ക് വളരുമ്പോഴാണ്. ഗുരു അഥവാ വ്യാഴം എന്നാൽ ധർമ്മബോധത്തിൻ്റെ പ്രതീകമാണ്. ഗുരുവാണ് ആത്മീയ വളർച്ചയുടെ ആധാരം. ഗുരു ശക്തമായ സമൂഹത്തിൽ തീർച്ചയായും നൈതികത അത് നിലനിൽക്കുക തന്നെ ചെയ്യും. അധികാര ദുരുപയോഗം കുറയും. മനുഷ്യനെ മനുഷ്യനായി കാണുന്ന കാഴ്ചപ്പാടുണ്ടാകും. ആത്മീയമായി വളർന്ന വ്യക്തി സമൂഹത്തിൽ എന്ത് നൽകുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആത്മീയ വളർച്ച വ്യക്തിഗതമായ ഒന്നല്ല, അത് സാമൂഹികമായൊരു കാര്യമാണ്. ആത്മീയമായി വളർന്ന ഒരാൾ ഏത് പ്രശ്നത്തിലും പ്രതികാരമല്ല, പരിഹാരമാണ് തേടുന്നത് എന്ന് മനസ്സിലാക്കുക. അധികാരമല്ല, ഉത്തരവാദിത്തമാണ് തിരഞ്ഞെടുക്കുന്നത്. ലാഭത്തിനപ്പുറം ഏത് കാര്യത്തിലും ഏത് വിഷയത്തിലും മാനുഷികത അവർ കാണും. സ്ത്രീ പുരുഷ സമത്വം സ്വാഭാവികമായി അംഗീകരിക്കപ്പെടും. പ്രകൃതിയെ ചൂഷണം ചെയ്യേണ്ട വസ്തുവല്ല, സംരക്ഷിക്കേണ്ട സ്വന്തം മാതാവായി അവർ കണ്ടു തുടങ്ങും. ഇത്തരക്കാർ സമൂഹത്തിൽ കൂടുമ്പോൾ തീർച്ചയായും സമൂഹം സ്വയം ശുദ്ധീകരിക്കപ്പെടുകയാണ്. പുതിയ തലമുറയ്ക്ക് ആത്മീയത എന്തുകൊണ്ട് അനിവാര്യമാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്നത്തെ യുവതലമുറ നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നങ്ങൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മാനസിക സമ്മർദ്ദം, ബന്ധങ്ങളിൽ അസ്ഥിരത, അർത്ഥശൂന്യത, എന്തിനാണ് ജീവിക്കുന്നത് എന്ന ചോദ്യം. ഇവയ്ക്കെല്ലാം
ഒരു മരുന്നല്ല ആത്മീയത, പക്ഷേ ശരിയായ ദിശയാണ് ആത്മീയത. ആത്മീയ വളർച്ച യുവാക്കളെ പഠിപ്പിക്കുന്നത് വിജയവും പരാജയവും തുല്യമായി സ്വീകരിക്കാനാണ്. താരതമ്യം ഒഴിവാക്കി സ്വന്തം യാത്ര കണ്ടെത്താനാണ്. ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം തേടാനാണ്. ആത്മീയതയും ശാസ്ത്രവും പരസ്പരം ഏറ്റുമുട്ടാനല്ല, ഏകീകരിക്കാനാണ് വേണ്ടത്. പുതിയ തലമുറ പലപ്പോഴും ആത്മീയതയെപ്പറ്റി ചോദിക്കുന്നുണ്ട്, ഇത് ശാസ്ത്രീയമാണോ? ജ്യോതിഷവും ആത്മീയതയും പലപ്പോഴും അന്ധവിശ്വാസമാകുന്നത് അത് ചിന്തയില്ലാതെ പിന്തുടരുമ്പോഴാണ്. യഥാർത്ഥ ആത്മീയത നിങ്ങളെ ചോദ്യം ചെയ്യാൻ പഠിപ്പിക്കും, അനുഭവങ്ങളുടെ ശരിയായ വിശ്വാസം വളർത്തും, മനുഷ്യനെ സ്വതന്ത്രനാക്കും. ശാസ്ത്രം പുറം ലോകത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു, എന്നാൽ ആത്മീയത അകത്തേക്കുള്ള ലോകത്തെക്കുറിച്ചാണ് നമ്മളെ കാണിച്ചു തരുന്നത്. ഇത് രണ്ടും ചേർന്നാലേ മനുഷ്യൻ എപ്പോഴും പൂർണ്ണനാകുന്നുള്ളൂ. ആചാരങ്ങൾ നിർബന്ധമല്ല, അതൊരു ഉപകരണമാണ്. ആചാരങ്ങൾ ലക്ഷ്യമല്ല, പക്ഷേ അത് സാധനകളാണ്. ഒരു ദീപം തെളിക്കുന്നത് വെളിച്ചത്തെ ആദരിക്കാനാണ്, മനസ്സിലെ ഇരുട്ടിനെ നമ്മളൊന്ന് ഓർത്തെടുക്കാനാണ്. ഒരു മന്ത്രം ഉരുവിടുന്നത് ദൈവത്തെ ബോധിപ്പിക്കാനല്ല, നമ്മളെ തന്നെ ശാന്തമാക്കാനാണ്. അറിയുക, ആത്മീയത ഒരിക്കലും ഭയം സൃഷ്ടിക്കുന്നില്ല, മറിച്ച് ബോധത്തെ സൃഷ്ടിച്ചെടുക്കുന്നു. സമൂഹ പരിവർത്തനത്തിനാണ് എപ്പോഴും ആത്മീയത വേണ്ടത്. ചരിത്ര സാക്ഷിയാണ് ഇക്കാര്യത്തിൽ. സാമൂഹ്യ നവോത്ഥാനങ്ങൾ തുടങ്ങിയത് ആത്മീയ ബോധത്തിൽ നിന്നാണ്. അഹിംസ, സമത്വം, സേവനം ഇവയെല്ലാം ആത്മീയമായ മൂല്യങ്ങളാണ്. ജ്യോതിഷ ഭാഷയിൽ പറയുകയാണെങ്കിൽ കൂട്ടായ ഗുരുബലമുള്ള കാലഘട്ടത്തിലാണ് സമൂഹങ്ങളൊക്കെയും ഉയർന്നു വന്നത്. അതുപോലെ തന്നെ വളർന്നിട്ടുള്ളതും ആ സമയത്താണ്. ഇന്ന് നമുക്ക് വേണ്ടത് വ്യക്തികളെ മാറ്റുന്ന ആത്മീയ അന്ധവിശ്വാസങ്ങളല്ല, പിന്നെയോ ബോധമുള്ള വിശ്വാസമാണ് വേണ്ടത്. പള്ളിയിലോ ക്ഷേത്രത്തിലോ ഒതുങ്ങാതെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ആത്മീയതയാണ് നമുക്ക് ആവശ്യം. കാലം അത് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ആത്മീയ വളർച്ച ഒരാളുടെ സ്വകാര്യ ആഡംബരമല്ല, അത് സമൂഹത്തിൻ്റെ അടിത്തറയാണ്. നിങ്ങൾ ആത്മീയമായി വളരുമ്പോൾ നിങ്ങളുടെ കുടുംബം മാറും, നിങ്ങളുടെ ജോലി ശുദ്ധമാകും, നിങ്ങളുടെ സമൂഹം ശാന്തമാകും. അതിനാൽ ഞാനൊരു ജ്യോത്സ്യനായി തന്നെ നിങ്ങളോട് പറയുന്നു, ഭാവി മാറണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ബോധം മാറണം. ബോധം മാറണമെങ്കിൽ ആത്മീയ വളർച്ച അനിവാര്യമാണ്. പുതിയ തലമുറയ്ക്കായി, പുതിയ സൃഷ്ടിക്കായി, മാനുഷിക മൂല്യങ്ങൾക്കായി പുതിയൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ ബോധമുള്ള ഒരു ഭാവിക്കായി നമുക്ക് ഒന്നിച്ച് ചുവടുവയ്ക്കാം. ആ ചുവടുവെപ്പ് ഇവിടെ ആരംഭിക്കാം. നന്ദി, നമസ്കാരം.